ആളെ അടുത്തുണ്ടെന്നാണ് അറിയിക്കാനാണ് കൂടെ നിൽക്കുന്നവരെ ഓടിച്ചാലും നമ്മളെ ഓടിക്കും. പുള്ളിയും കുറഞ്ഞ പുള്ളിയല്ല, പുള്ളിയെ കയറി നീക്കുമ്പോ പുള്ളിയും തിരിച്ച് ഒരു കൈക്ക് മരുന്നൊക്കെ ഞങ്ങൾ അത്രയ്ക്ക് മോശക്കാരനൊന്നല്ല. അവരോട് ചേർന്ന് നിൽക്കുന്നു. ഇങ്ങനെ പുള്ളി സൈക്കിളോട്ട് വന്ന് ബ്രേക്ക് കിട്ടാതെ വന്ന് ആളെ കുറെ കൊണ്ട് ഇടിച്ച പടക്കം ഞാൻ അടുത്തുകൊണ്ട് വെച്ച് പെട്ടിച്ചാലും പേടിയില്ല. അവിടെ ഞാൻ ഭൈരവാന്ന് വിളിച്ചു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഫ്രണ്ട്സ്, എമിഡു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഗജകേസരി എന്ന് പറയുന്നത് കൊടുമൺ ശിവശങ്കരാണ്. അപ്പൊ നമ്മള് ഇവന്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് പിന്നെ പാപ്പാൻ ചേട്ടനെയൊക്കെ പരിചയപ്പെടാം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ ചേട്ടന്റെ പേര്? എന്റെ പേര് വിനീത്, അറിയപ്പെടുന്ന മുത്തന്നാണ്. മുത്തന്ന. അപ്പൊ ഇവനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ, ഇവന് ഏറ്റവും ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത ഒന്ന് പറഞ്ഞു. പ്രത്യേകത പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലുള്ളതാണ്. നമ്മളെക്കാണ്ട് കൂടുതല് പുറമേക്കാർ എന്ത് ആഹാരം കൊടുക്കുന്ന അവരുടെ അടുത്ത് ഭയങ്കര കാര്യം. പിന്നെ തീറ്റ കൊതിയുള്ള ഒരു കൂട്ടത്തിൽ. തീറ്റ കൊതിയനാണ്. ഇന്ന ഭക്ഷണം വേണമെന്നൊന്നും എല്ലാതും കഴിച്ചോളും. അതേ കണക്ക് തന്നെ നമ്മള് മറ്റുള്ള ആനകളൊക്കെ ഈ മരുന്നും കാര്യങ്ങളും കൊടുക്കത്തില്ലേ, അതൊക്കെ ചില ആനകളെ ഒളിപ്പിച്ച് വേണം നമ്മള് മരുന്ന് കൊടുക്കുന്നത്. ഇതിന് എങ്ങനെ മരുന്ന് അതേ കണക്കാണ് കൊടുത്താൽ മരുന്ന് മൊത്തം കഴിച്ചോളൂ. അയ്യോ, അപ്പൊ അത് ആ സമയത്തൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതിന്റെ നീരുകാലൊക്കെ എപ്പോഴാ? ചിങ്ങമാസം. ചിങ്ങമാസത്തില്. അപ്പൊ ആ നീരിന്റെ സമയത്തൊക്കെ എങ്ങനെയാ ചേട്ടന്? ഒരു 10, 25, 30 ദിവസം വരെ നമ്മളെ അടുപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മളെ ഓടിക്കും. അപ്പൊ ഇപ്പൊ ഇവന്റെ സ്വദേശം എന്ന് പറയുന്നത് കൊടുമൺ അങ്ങാടിക്കൽ എന്ന് പറയും. അങ്ങാടിക്കല്. ഇത് ജില്ല വരുന്നത് പത്തനംതിട്ട ജില്ലയില്. അപ്പൊ ഇവിടെ ഇപ്പൊ പാട്ടത്തിന് എടുത്തിരിക്കുന്ന ആളാരാ? കണ്ണൻ എന്ന് പറയും. കണ്ണൻ സൗരവ് എന്ന് പറയും. സൗരവ് എന്ന് പറയാം. ഇതിന്റെ ഈ കുറുമ്പൊക്കെ എങ്ങനെയാ? അത്യാവശ്യം കുസൃതിയുള്ള കൂട്ടത്തിലാണോ? ഇച്ചിരി കുസൃതിയൊക്കെ ഉണ്ട്. കുസൃതിയുണ്ട്. പ്രധാനപ്പെട്ട കുസൃതി എന്താ? കണ്ടോ ഈ കാണിക്കുന്നത് തന്നെ. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഴുന്നള്ളി ചെന്നാലും ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നിൽക്കത്തില്ലേ, ഇപ്പൊ ടീച്ചർ ഇവിടെ നിന്നാ മതി. ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിന്ന് ചാരി നിന്നാ നമ്മളെ ദേഹത്തോട്ട് ചാരി ബെയ്റ്റ് കൊടുത്ത് നമ്മളെ താങ്ങി നിൽക്കും. അത് പൂരപ്പറമ്പിലായാലും അങ്ങനെ. നമ്മള് പൂരപ്പറമ്പിൽ നിൽക്കുമ്പോ നമ്മളിങ്ങനെ നിൽക്കും നൂറ്റി പിടിച്ചിട്ട്. അപ്പം നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് നമ്മളെ ചാരി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളല്ല, നമ്മളെ കൂട്ടത്തിൽ ഉണ്ടല്ലോ, ആളെ അടുത്തുണ്ടെന്നാണ് അറിയിക്കാനാണ്. വർത്താനം പറയുവേ, സ്വരങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈ കൈ കൊണ്ട് ഊതുന്ന സൗണ്ടേ ഉള്ളു, അല്ല വേറെ സൗണ്ട്. അപ്പൊ ഭക്ഷണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ടീച്ചർ വന്നപ്പോ വിളിച്ചില്ലേ, ആ വിളിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കും. അങ്ങനെയാണ്. ഒരു വയസ്സൊക്കെ എത്രയുണ്ടാവും? 39 വയസ്സ്. 39 വയസ്സ്. പക്ഷെ ഇവന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവന്റെ കൊമ്പാണ്. അതെന്താ അങ്ങനെ കൊമ്പ്? അത് മുറിക്കാത്തതിന്റെ അത് പേപ്പർ ആയിട്ടില്ല. പേപ്പർ ആയി കഴിഞ്ഞാൽ കൊമ്പ് മുറിക്കും. ഞങ്ങള് കഴിഞ്ഞാ കൊടുത്തതാ. അപ്പം പേപ്പർ ആയിട്ടില്ല. പേപ്പർ ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മള് ഈ ആഫ്രിക്കൻ ആനകൾക്കൊക്കെയാണ് ഇതുപോലെയുള്ള കൊമ്പുകൾ. അല്ല, പൂരപ്പറമ്പിൽ പോയ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത്രയും കൊമ്പ് നീളമുള്ള ആന ഇതാണെന്നുള്ളത്. പക്ഷെ അത് ഒരുപാട് ബുദ്ധിമുട്ടില്ലേ ചേട്ടാ? കൊമ്പ് ആനയ്ക്ക് ബുദ്ധിമുട്ട്. ആനയ്ക്ക് വെള്ളം കുടിക്കുന്നതിനോ വെള്ളം ഒഴിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. അതില്ല. മറ്റുള്ള കാര്യങ്ങൾക്ക് ആനയ്ക്ക് ബുദ്ധിമുട്ടാവും. തടി പിടിക്കുന്ന അല്ലെങ്കിൽ ഓല എടുക്കുന്നതിനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ചേട്ടന് ഇപ്പൊ എത്ര വർഷമായിണ്ടാവും ഇപ്പൊ ഇവിടെ? ഇപ്പൊ 2ാമത്തെ വർഷം ആവുന്നത്. 2ാമത്തെ വർഷമായിട്ടാണ്. അപ്പൊ ഇവന് ചേട്ടൻ വന്നതിൽ തന്നെ നമുക്കറിയാലോ, പല ആനകൾക്ക് ചേട്ടൻ കേറിയിട്ടുണ്ടോ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവൻ എന്തൊരു ഗുണ ചേട്ടന് തോന്നണം ഇപ്പൊ കേറിയിരുന്നൊരു? എന്നുവെച്ചാ എല്ലാം നമുക്ക് ഒരേ കണക്ക് തന്നെ ആനകള്. പക്ഷെ ഇവന്റെ ഗുണം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ കൊള്ളാം. ഒന്നാനക്കെന്ന് പറയുമ്പം അവന്റെ അച്ഛനും അമ്മയാണ്. നമ്മളടുത്ത് നല്ല കാര്യമാണ്. ഇതിപ്പം കൂടെ നിൽക്കുന്നവരെ ഓടിച്ചാലും നമ്മളെ ഓടിക്കും. നമ്മളെ മെച്ചോണ്ട് നമ്മളുണ്ടെങ്കിൽ എല്ലാ കാര്യം നടത്തി പറ്റും. അതല്ലാതെ എങ്ങാനും ഈ തറയിലേക്ക് ആരെങ്കിലും കേറിയാ ഓടിക്കും. അത് കഴിഞ്ഞാ പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇടയ്ക്ക് ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാല്, ഇങ്ങനെ ഒരു നിപ്പ്, അതെന്താണ് ഉദ്ദേശിക്കണേ? അത് പുള്ളിക്കാര് ചെറിയ ചെറിയ കേന്ദ്രികളുണ്ട്, അതിനായി കാണിക്കുന്നത്. ഈ കേന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? കാരണം വെച്ചാല് ഞാൻ വന്നപ്പോ ഞാൻ ചോദിക്കണം എന്ന് വെച്ചതാ. ഈ കേന്ദ്രി നമുക്ക് ഇഷ്ടമല്ലാതെ ദേഷ്യം വരുത്തിട്ട്
ദേഷ്യം ആ മറ്റൊരാളടുത്ത് ദേഷ്യം കാണിക്കുമ്പോ നമ്മളെന്തോ കാണിക്കും, ചിലവര് കൈമുറി കാണിക്കും, ചിലവര് അങ്ങനെ അതിന്റെയൊക്കെ ഒരു ഇത് ചെയ്യാൻ കാണിക്കും. മപ്പ് കടിച്ചിട്ട് അവന് ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യം അതിപ്പോ ഈ നമ്മള് പുള്ളി തിന്നോണ്ടെന്നല്ലേ, ഓ ഇപ്പൊ പുള്ളിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലല്ലോ. അച്ഛോ, അങ്ങനെയുണ്ട്. സ്വാതന്ത്ര്യം ഇല്ലാത്തതിന്റെ വിഷമാണോടാ? ആണോ ആണോ? അതാണ് കാരണം നമ്മളെ മോലാളി എടുത്തും നല്ല കാര്യം. നല്ല നമ്മളില്ലെങ്കിലും മോലാളിക്ക് എന്തും കൊടുക്കുക, എല്ലാം ചെയ്യാം. പുള്ളിയെടുത്താ ഭയങ്കര കാര്യം, നമ്മളെ കണ്ട് നല്ല കാര്യം. പിന്നെ ഇവന്റെ ഉത്സവങ്ങളൊക്കെ എങ്ങനെയാ? കൂടുതൽ ഏതൊക്കെ ജില്ലയാ? ഞങ്ങളിപ്പം കൊല്ലം ജില്ലയില് പരിപാടി നമ്മൾ എടുത്തു തുടങ്ങിയില്ല, കൂടുതല് വടക്ക് തൃശ്ശൂര്, പാലക്കാട്. നമ്മുടെ തട്ടകല്ലാണ്ട് പിന്നെ ഇല്ലല്ലോ, തൃശ്ശൂരില്ലാത്ത ഒരു തട്ടകം മിക്ക ആൾക്കാരും തൃശ്ശൂര്, പാലക്കാട്, പട്ടാമ്പി, കോഴിക്കോട്, മലപ്പുറം, ഇവിടെ എല്ലാം കിടന്ന് കറങ്ങി വന്ന് ഇപ്പൊ 10-15 പരിപാടി എടുത്തിട്ട് വന്നതേ ഉള്ളു. ഇനി കുറച്ച് പരിപാടി ഉണ്ട്. ഇനിയിപ്പം വടക്ക് 4 കൂട്ടും കഴിഞ്ഞിട്ട് കൊണ്ട് പുള്ളി ഒരു സീൽസ് ചെയ്തിട്ട് മതപ്പാടി കിട്ടും. അപ്പൊ ആനയൂട്ടിനെ അങ്ങോട്ട് എത്തുണ്ടല്ലേ? അപ്പൊ അവിടെ എന്തായാലും കാണും. കഴിഞ്ഞാലും ഉണ്ടായിരുന്നു. അതെ അല്ലെ? ഇപ്പൊ നമ്മൾ ഉത്സവത്തിനൊക്കെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ഇപ്പൊ കൂട്ടാനകളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാ അവരോടൊക്കെ ഉള്ള സമീപനം? ഭയങ്കര കാര്യം എന്നുവെച്ചാ കൂട്ടാനെ അടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പള്ള കൊണ്ട് ഞാൻ പറഞ്ഞു ചാരി വയ്ക്കുന്നത്. ഓഹോ, അവരോടും ഈ പള്ള കൊണ്ട് മറ്റേ കൂട്ടാനെടുത്ത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അതറിയ ചില ആനകൾ കൂട്ടാൻ എടുക്കുന്ന കുത്തുന്ന എനിക്ക് അറിയത്തില്ല. പക്ഷെ പുള്ളി മറ്റേ ആനടുത്ത് ചാരി നിൽക്കും, അവരോട് ചേർന്ന് നിൽക്കത്തുള്ളൂ. ഇങ്ങനെ ഈ പള്ള കൊണ്ട് അതേ മുട്ടിച്ചേക്കത്തുള്ളൂ. അത് അവന്റെ സന്തോഷമാണ് അവൻ കാണിക്കുന്നത്. പക്ഷെ അത് ചിലപ്പോ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്ന് അത് മറ്റുള്ള ആനകളെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ പറയാതെ ഒരു ചാടി നീക്കേ കുത്തേ എന്തെങ്കിലും ചെയ്ത. പക്ഷെ പുള്ളിയും കുറഞ്ഞ പുള്ളിയല്ല, പുള്ളിയെ കയറി നീക്കുമ്പോ പുള്ളിയും തിരിച്ച് നീക്കും. ഒരു കൈക്ക് മരുന്നൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അത്രയ്ക്ക് മോശക്കാരനൊന്നല്ല. ഇല്ലേ? ആണാ? ആണാടാ? ഭൈരവാ? ഞാൻ ഭൈരവാന്ന് വിളിക്കുന്നത്. ഭൈരവ? അതെന്തുകൊണ്ടാ അങ്ങനെ വിളിക്കുന്നത്? അതിന് പട്ടാഭിഷേകം സിനിമയ്ക്കകത്ത് അത് പറഞ്ഞു, അതിനുശേഷം ഞാൻ വിളിക്കുന്നില്ല. ഭൈരവോ ഭൈരവാ. എന്തോ കാര്യമായ ചിന്തയിലാണ് ഭൈരവാ. ഞങ്ങളുടെ തീറ്റയൊക്കെ മുടക്കാനായിട്ടാണോ നിക്കണേന്ന്. പക്ഷെ എന്തായാലും നല്ല സ്നേഹമുണ്ട് എല്ലാവരുടെ അടുത്തും. നല്ല സ്നേഹമുണ്ട്. നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും നല്ല കാര്യം. നമ്മളിപ്പോ ഒരു വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കടയിൽ നിന്ന് തിന്നാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വഴി നാളെ പോകുന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോ ഒരു താറക്കുക. ആണോ? അവന് ശീലമുണ്ട്. ഇവിടെ ഇങ്ങനെ നടത്തിക്കാനായിട്ട് കൊണ്ടുപോകും. പിന്നെ ഡെയിലി പോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോഴുള്ള വിഷമങ്ങൾ അങ്ങനെയൊന്നും ഇവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇവന് ശീലമാണ്. അപ്പൊ ഇനിയിപ്പോ ഇത് ഫോറസ്റ്റിന്റെ ഇപ്പൊ തീരുമാനമായി കഴിഞ്ഞാൽ മുറിക്കും. അപ്പൊ അവന്റെ ആ ചേലൊന്നും പറയും. അപ്പോഴത്തേക്ക് ഒരു പ്രായത്തിന്റെ ഒരു കുറവും കാണിക്കും, കാണാൻ നല്ല ഭംഗിയും കിട്ടും. ഇത് ശരിക്കും ഇവന്റെ ഒറിജിനൽ സ്ഥലം എവിടെയാ വരിക? അപ്പൊ ഈ ആസാമോ ബീഹാറിയോ അങ്ങനെ? അത് നാട്ടാനയാണോ? നാട്ടാനയല്ല, ബീഹാറിയാണ്. പിന്നെ ഇപ്പൊ നീരുകാലത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ആ സമയത്തൊക്കെ എങ്ങനെയാ? ഭയങ്കര വയലന്റ് ആയ ഒരു ക്യാരക്ടർ? വയലന്റ് അങ്ങനെയുള്ള വയലന്റ് ഒന്നുമില്ല. പിന്നെ ഒന്നാനക്കാനായിട്ട് നമ്മളെ ഓട്ടിച്ച് ഇപ്പൊ ഞാനല്ല മറ്റൊരാളായാലും ഓട്ടിച്ചു കഴിഞ്ഞാ പിന്നെ ആ പുള്ളിയുടെ സൗണ്ടോ പുള്ളിയെ കാണുമ്പോ ഉള്ളത് ആ ദേഷ്യമേ ഉള്ളൂ. അത് കഴിയുന്നതോടുകൂടി അപ്പൊ ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുക? നമ്മള് ഇലയിലൊക്കെ വെച്ച് കൊടുക്കണം. ഇലയില് ചോറ് പൊതിഞ്ഞു കൊടുക്കും. പിന്നെ കൂട്ടത്തേക്ക് പിള്ളേർക്ക് വന്ന് എല്ലാം വൃത്തിയാക്കാം. ഇതെല്ലാം വൃത്തിയാക്കിയൊക്കെ ചെയ്യും. അവരുടെ അടുത്ത് ആദ്യം ഒരു ചെറിയ പിണക്കമൊക്കെ കാണുന്നു, ചുമ്മാ ഇപ്പൊ നോക്കിയ വേറെ രീതി കാണിക്കണ തുമ്പിക്കൈ കൊമ്പില് കോർത്ത് കടവൂരാനെ കൈയിട്ട് നടക്കുക. അത് തന്നെ ഒരു പ്രത്യേക രീതിയില്. അവിടെ പിന്നെ അതുപോലെ തന്നെ മറ്റു കുട്ടികളോടോ നമ്മൾ ഒരുപാട് പേരോട് ഇങ്ങനെ ചോദിക്കുമ്പോ അവര് പറയാറുണ്ട്, ടീച്ചറെ കുട്ടികളെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ ഇഷ്ടമില്ല, സൈക്കിൾ ഇഷ്ടമില്ല, അങ്ങനെയുള്ള അതുപോലത്തെ വല്ല ഇഷ്ടക്കേടുകൾ? ഒരു കാര്യത്തിലും പേടിയില്ല, ഒന്നിനും പേടിയില്ല. പടക്കം ഞാൻ അടുത്തുകൊണ്ട് വെച്ച് പെട്ടിച്ചാലും പേടിയില്ല. അവിടെ ചിലപ്പോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, പുള്ളിക്കൊരു പേടിയില്ല, അതിലൊന്നും പേടിയില്ല. അങ്ങനെയൊന്നുമില്ല, മറ്റുള്ളവര് പേടിയില്ല. ചില ആനകൾ ഈ സൈക്കിളും ആൾക്കാർ വരുമ്പോ തന്നെ അവിടെ ഇങ്ങനെ അതുള്ളത് നമ്മളെ ആശാന്റെ നെടുമങ്കാവ് മണികണ്ഠന്റെ ചെറിയൊരു പേടിയുണ്ട്. പേടിയല്ല, സൈക്കിൾ വന്നാ അതിലെ സൈക്കിൾ വന്ന ഇയാൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വരെ സൈക്കിളായിട്ട് വന്നപ്പോ ആശാൻ പറയുന്നുണ്ട്, അതേ മാറി മാറി മാറി. എനിക്ക് മനസ്സിലായിട്ട് എന്ത് ഇങ്ങനെ പറയാം, നമ്മൾ വീഡിയോ ഫ്രെയിമിൽ പെടാതിരിക്കാനാണ്. അപ്പോൾ നല്ല ടീച്ചറെ വീഡിയോ ഫ്രെയിമിൽ പെടാതിരിക്കാനല്ല, അവരെ ടീച്ചർ എടുത്തോണ്ട് സൈക്കിളിന് ചെറിയ പേടിയുണ്ടായി. അത് എന്തോ സംഭവം എനിക്കും അറിയത്തില്ല, അത് ഉദാഹരണം പറഞ്ഞ എനിക്കും അറിയത്തില്ല. ചിലപ്പോ എന്തെങ്കിലും അല്ല, ഞാൻ അവിടെ ചോദിച്ചപ്പോ ഒരാളെന്റെ അടുത്ത് പറഞ്ഞ ആ ഇറക്കത്തുനിന്നൊരു പുള്ളി സൈക്കിളോട്ട് ഇറങ്ങി വന്ന് ആന അവിടെ നിന്നായിരുന്നു.
പുള്ളി സൈക്കിളോട്ട് വന്ന് ബ്രേക്ക് കിട്ടാതെ വന്ന് ആരുടെ പുറകെ കൊണ്ട് ഇടിച്ചാണ്. അപ്പൊ അന്ന് പേടിച്ചത് ചാടിയാണ്. ആ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു പേടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ആ ഒരു പേടി എപ്പോഴും മനസ്സിലാവും. ഉണ്ടാവും. ഇവനിപ്പോ ആരും പറഞ്ഞിട്ടല്ലേ ഈ നിലവ് പൊക്കണത് ഇടയ്ക്കിടയ്ക്ക്? അല്ലല്ല, കണ്ട അവൻ ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നുണ്ട് ആ ഒരു ഇത്. പിന്നെ ഇപ്പൊ ഭക്ഷണശീലമൊക്കെ നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ നമ്മള് പുല്ല് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓല, ഇപ്പം വടക്കേ ചെന്നപ്പോ മൊത്തം പട്ടയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ചേഞ്ചിങ് ആവട്ടെ. ഇപ്പം 3 മാസം കൊണ്ട് അവിടെ പരിപാടിക്കായിരുന്നു. അപ്പം ഒരു എന്താ പറയുന്നത്, അപ്പൊ അത്രയും പട്ട ഇന്നില്ലേ, ഇവിടെ വരുമ്പോ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങള് ഓല, പുല്ല് എല്ലാം കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ പട്ടയ്ക്ക് ഭയങ്കര അവിടെ പട്ട കൂടുതലാ. അവിടെ തെങ്ങൻ പട്ട കിട്ടാൻ വലിയ പാടാ. അപ്പൊ ഇവിടെ തെങ്ങൻ പട്ട ഇഷ്ടം പോലെ. അവിടെ അത് കുറവാ. ഇപ്പൊ മരങ്ങളും ഒക്കെ മുറിച്ചു കളഞ്ഞു. പിന്നെ തീറ്റയ്ക്ക് നമ്മള് തീറ്റ വെട്ടാൻ പോകുന്ന നടത്തിക്കാൻ പോകുമ്പോഴത്തേക്ക് കപ്പ അല്ലെങ്കിൽ മറ്റുള്ള മുളയില, അങ്ങനെ പുല്ല്, അതും ഇതൊക്കെ പറിച്ച് വെട്ടിക്കൊടുക്കും. ഇവർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്, അതായത് ഇന്നത് കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള എന്തെങ്കിലും കുറച്ച് ചോദിച്ചാ ചക്ക, നല്ല വിളഞ്ഞ ചക്കയും പഴുത്ത ചക്കയും കൊടുക്കാം. പൊട്ട് ചക്ക കൊടുത്താ വയറ്റ് നോവടിക്കും. പക്ഷെ ചില ആനകളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, അവര് പോണ വഴിയില് ചക്ക പറിച്ചിട്ടിട്ട് അതിപ്പോ ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമില്ല, ഒരെണ്ണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ ഓവറായിട്ട് ഇപ്പൊ ഒരു ചക്ക ആന ഇപ്പൊ പറിച്ച് തിന്നു, അത് ഒരെണ്ണം ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 5-6 പറക്കി ഇട്ട് കൊടുത്താൽ പൊട്ട് ചക്കയാണെങ്കിൽ ആനക്ക് വയറ്റിന് കംപ്ലൈന്റ്, നോവടിക്കും. പിന്നെ ആണെങ്കിൽ തീറ്റ എടുക്കാൻ പറ്റില്ല, പിന്നെ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ വല്ല അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരാൻ ഇല്ല, അങ്ങനെയൊന്നും കുഴപ്പമില്ല. അപ്പൊ അവന്റെ അവരിപ്പോ കുളിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാ അവന്റെ രീതികള്? കുളിയോടൊക്കെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. കുളിക്കാൻ ഇഷ്ടമുള്ള ആനയല്ലേ? ഞാൻ എപ്പോഴും ചോദിക്കാം, എല്ലാ ആനകളോട് ചോദിക്കും, കുളിക്കാൻ ഇഷ്ടമുള്ള ആനയല്ലേ? കുളിക്കാനൊക്കെ ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ചില ആനകൾക്ക് കുളിക്കാൻ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ചോദിച്ചത്. ഇല്ലല്ല, കുളിക്കാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ പരിപാടിയൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മള് ഇവിടെ മഴയില്ലേ, ഇപ്പം നമ്മള് തോട്ടിലോ ആറ്റിലോ കൊണ്ട് കഴുകുമ്പോ അത്രയും ഉള്ളു കിടന്ന് തണുക്കും. പിന്നെ മഴയും പെയ്ത് തണുത്ത് കിടക്കും. അപ്പൊ ശരീരം അത്രയും തണുപ്പിക്കേണ്ടത് വിചാരിച്ചു. അല്ല, അവർക്ക് ശരിക്കും തണുവ് നല്ലതല്ലേ? പക്ഷെ ഈ സമയത്ത് മഴയും കൂടെ ആകുമ്പോഴത്തേക്ക് അത്രയും തണുപ്പ് കൂടും. പിന്നെ നിക്കുന്നത് സിമെന്റിന്റെ തറയും കൂടെ ഇല്ലേ. അപ്പൊ ഇതിന്റെ അടിയിൽ പിന്നെ വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അതാ ഇപ്പൊ പുള്ളിക്ക് ആ കാലിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ മാറ്റിട്ടേക്കുന്നത്. അതിൽ നിന്നോളൂല്ലേ, അങ്ങോട്ട് നീങ്ങൊന്നുമില്ല. ഇല്ല, നീങ്ങത്തില്ല. പിന്നെ ചേട്ടന്റെ കുടുംബത്തെ കുറിച്ചിട്ട്? അച്ഛൻ, അമ്മ, പെങ്ങള്, പെണ്ണ്, 2 പിള്ളേര്. 2 പിള്ളേര്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെയാ ഈ ഒരു ജോലിയിലേക്ക് വന്നത്? ആദ്യമൊക്കെ ഒരു ഇതായിരുന്നു, പെണ്ണിനും അമ്മയ്ക്കൊക്കെ ഒരു വെറുപ്പുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ശരിക്കും എത്ര വർഷമാണോ പാപ്പാൻ പണി തുടങ്ങിയിട്ട്? ചോദിച്ചാ എനിക്ക് കറക്റ്റ് ഒരു കണക്കൂട്ടാൻ പറഞ്ഞത് 10-20 വർഷത്തിന് മേളിലായി. 20 വർഷത്തിന് മുകളിലായി. ഏതൊരാനയാലും ഞാൻ അടിച്ചിട്ടുള്ളതിൽ ഏതാണ് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, ഇതിനെയും കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ അമ്മ ഒരു പിടി ചോറ്, പച്ചച്ചോറ് വാരി ഒരു പിടി കൊണ്ട് വാരി കൊടുക്കും. ഇവനെയും കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞാലും ഊട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അതൊരു സന്തോഷം തന്നെയാണ്. ഏതാനെ കൊണ്ടുപോയാലും അവിടെ കൊണ്ടുപോകും. ഏതാനെ അത് വലിയൊരു സന്തോഷം. നമ്മളെ ഈ മണികണ്ഠൻ, ഇത് പിന്നെ ഹനുമാൻകുട്ടിയാന, തൃപ്പറമ്പ് ഹനുമാൻകുട്ടിയാന, പിന്നെ ഓമനക്കുട്ടിന്റെ ഒരു ലക്ഷ്മിക്കുട്ടിയാന, പിടിയാന, മാധവൻകുട്ടിയാന, അമ്പാടിയില്. ഏറ്റവും ആദ്യമായിട്ട് ചട്ടക്കാരനായിട്ട് കയറിയാണ്? ചട്ടക്കാരനായിട്ട് ആദ്യം കയറുന്ന മാധവൻകുട്ടിയാനക്കാണ്. പിന്നെ തൊഴിലിൽ ഇറങ്ങിയ, പണിക്ക് ഇറങ്ങിയ എന്റെ ഗുരുവാന നമ്മളെ ആതിര രാജശേഖരനാണ്. ഇപ്പൊ ചെറുപ്പളശ്ശേരി രാജശേഖരൻ. എന്റെ ആശാൻ പൊടിയൻപിള്ളയാണ്. പിന്നെ 3-4 ആശാന്മാരുണ്ട്. മറ്റേ വിജയൻപിള്ള, മുതുകുളം വിജയൻപിള്ള, കായംകുളം ചരത്തിന്റെ ആശാൻ, പുള്ളിയുടെ കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ തട്ടാർ മാധവ ആശാൻ എന്ന് പറയും. പിന്നെ നെല്ലിക്കുന്നം ബാബുണ്ണൻ, ഇവരൊക്കെയാണ് എന്റെ ആശാന്മാര്. അല്ല, ഇപ്പൊ ശരിക്കും കുലത്തൊഴിലായിട്ട് ആരും അങ്ങനെ ആനപ്പണിയിലില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആരുമില്ല. അച്ഛനൊന്നും ഇഷ്ടമല്ല ഞാൻ ഈ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് പിന്നെ എങ്ങനൊരു അല്ല വരാനുള്ള കാരണം എന്താ? എന്റെ വീടിന്റെ അടുത്ത് പറഞ്ഞാൽ ഒരു 10-30-40 ആനയെ കെട്ടാനുള്ള തോട്ടോ, ചതാണക്കുള്ള കോളനി. അപ്പൊ തെങ്ങുംപുരട. അപ്പം അവിടെ 10-30 ആനകളെ കൊണ്ട് വിട്ടിട്ടുണ്ട്. നമ്മൾ ആശാനെ ഇവിടെ അവിടെ ഞങ്ങളുടെ ഉറക്കം വെച്ച് കണി കാണുന്ന ആനകളെ. അപ്പൊ പഠിത്തം ഇല്ലാത്ത സമയത്ത് നമ്മള് ആനയെ കുളിപ്പിക്കാൻ പോകും തൊട്ടു. അങ്ങനെ എന്തോ കമ്പം തോന്നി. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി ഇതിന്റെ പുറകെ ഇറങ്ങി. പഠിപ്പ് അവിടെ നിർത്തി. അപ്പൊ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു പ്രതികരണം? അയ്യോ, വീട്ടിൽ കയറ്റില്ല. വീട്ടിൽ കയറ്റുന്നതല്ല, എന്നെ അച്ഛൻ വന്ന് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പള്ളു പറയും, ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങോട്ട് അവർക്ക് മനസ്സിലായി എന്ത് പറഞ്ഞിട്ടും കാര്യം പിടിച്ചു, ഇതിന്റെ പുറകെ പോത്തോളന്ന് മനസ്സിലായി. പിന്നെ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടുവന്നപ്പോ
ഒരു ഈ മീശ പോലും കളിക്കാത്ത പ്രായത്തിൽ ഒരെണ്ണത്തിന് ഒറ്റയ്ക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര സന്തോഷം. വീട്ടിൽ കൊണ്ടുവന്നത് അത് ശരി, മറ്റുള്ള ഒരു തൊഴില് പോലെയല്ലല്ലോ. അല്ല, ഇത് അസ്ഥയ്ക്ക് പിടിച്ച ഇപ്പൊ ഈ പറയുന്ന ഞാനിപ്പോ നിർത്തി വെച്ചാലും നാളെ സമയത്ത് എന്താ പറയുന്ന വേറൊരു ആന അതിലിപ്പോ ചങ്ങല സൗണ്ട് കേട്ടാ നമ്മളിറങ്ങും. നമ്മളെ ഫീൽഡ് ഇത് വിട്ടു പോകത്തില്ല. ഈ ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും, അതായത് പാപ്പാനായിട്ട് ഇറങ്ങി തിരിച്ചാൽ അവന്റെ മരണം പാപ്പാന്നുള്ള പേരിൽ തന്നെയായിരിക്കും, വേറൊരു പണിയിലേക്ക് പോകത്തില്ല. അതാണ് അതിന്റെ ഒരു എന്നാ ഞാൻ പോകാത്ത പണിയിലും മൈക്കാട് പണിക്കും എല്ലാ പണിയും നമ്മൾ ആനയില്ലാത്ത ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും വേറൊരു ആന കിട്ടുന്ന നേരം ജോലിയില്ല. എന്തായാലും നമ്മളെ കാര്യങ്ങൾ നടക്കാം. അപ്പൊ നമ്മള് വേറെ ജോലിക്ക് പോകും. എന്നാലും ഒരു ആന കിട്ടുമെന്ന് പറഞ്ഞ് ആ പണി കളഞ്ഞിട്ടാലും നമ്മള് ചാടി കിലുക്കം കേട്ടാ മതി. എന്ത് രസാലെ ആ ഒരു ചങ്ങല കിലുക്കം കേട്ടാ മതി. ഞാൻ അതൊരു കമ്പം, ആനയോടുള്ള കമ്പം അത് വേറൊരു കമ്പം. അത് വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല, കാരണം അതൊരു അത്രമാത്രം അല്ലേ. പിന്നെ പക്ഷെ ഒരുപാട് ഞാൻ പറയട്ടെ, ഇതൊരു തൊഴിലിനും അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ മുത്തുചേട്ടന് ശരിക്ക് പേര് വരുന്നത് എന്താ പറഞ്ഞ വിനീത്. പക്ഷെ എന്താണ് ഈ മുത്തു എന്നുള്ളത്? ഓമന പേരാണോ? ഓമന പേര് വീട്ടിൽ വിളിച്ച് അങ്ങനെ മുത്ത്. പാപ്പാമാരുടെ ഇടയിൽ എന്ത് പറഞ്ഞാൽ അറിയപ്പെടാ? വിനീത് എന്നാണോ മുത്തു എന്നാണോ അറിയപ്പെടാ? മുത്തെന്ന് അറിയപ്പെടുന്നത്. മുത്തെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. എന്നെ മുത്തെന്ന് വിളിക്കും, കുമാറിനെ വിളിക്കും, മുത്തുകുമാറെന്നും വിളിക്കും. മുത്തുകുമാറെന്ന് വിളിക്കും. പല പേരുകളാണ്. ഒറിജിനൽ പേര് മറന്നുപോയി എന്നാണ് പറയണല്ലേ? ഒറിജിനൽ പേര് പഠിപ്പിച്ച ടീച്ചറിനും അറിയാം, അമ്മയ്ക്കും അച്ഛനും അറിയാം. ബാക്കി എല്ലാവരും മറന്നു. ആ ഒരു ഫീൽഡിൽ വന്നപ്പോ പക്ഷെ ഇപ്പൊ ചിലപ്പോ നമ്മൾ പറയില്ലേ മങ്കാത്ത, അല്ലെങ്കിൽ പിന്നെന്ത് വേറെ അങ്ങനത്തെ ഓരോ പേരുകളുണ്ടല്ലോ, ഓമാക്ക, പിന്നെയുണ്ട് കുറെ തരങ്ങള്. നമുക്ക് എനിക്ക് ചടയൻ. അതൊന്നും അവരുടെ ഒറിജിനൽ പേരല്ലല്ലോ. പക്ഷെ ഇങ്ങനെ കേട്ട് കേട്ട് സ്വന്തം പേര് മറന്നുപോയി. ഒറിജിനൽ പേര് പറഞ്ഞാൽ അറിയത്തില്ല. ഇപ്പൊ ഈ വട്ടപ്പേരിൽ എല്ലാവരും അറിയുന്നു. വട്ടപ്പേര് പറയണത് പറഞ്ഞ പോലെ നീശമാധവന്റെ പറഞ്ഞത് വട്ടപ്പേര് പറഞ്ഞാലേ അറിയുള്ളൂ. ഒരുപാട് സങ്കടം തോന്നി ഇങ്ങനെ ഒരു പണിയിൽ വന്നിട്ട്. അത്രമാത്രം വേദന തോന്നിയ വല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാ? അങ്ങനെ ചോദിച്ചാ എല്ലാ ഈ പറയുന്ന എല്ലാ ഏതാണിക്കുന്നാലും അതിന്റെ ഒരു കഷ്ടപ്പാട് നമുക്ക് തോന്നും. ഇട്ടെറിഞ്ഞു പോവാൻ തോന്നിയിട്ടുണ്ടോന്ന്? അതായത് വേണ്ടാന്ന് പോയ പലയിടത്തും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പോവാൻ നേരത്ത് നമ്മൾ ഇതിനെ നോക്കുമ്പോ അതിന്റെ ഒരു അന്നം അതൊരു അന്നം നമുക്ക് തന്നില്ല. അപ്പം മോലാളി എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല. ഒരു ദിവസം പട്ടിണി ആയാലും ശരിയാണ്, ഇതിന്റെ കാര്യം ഓക്കെയാണ്. ഇപ്പൊ ഒരാള് ഇപ്പൊ ഞാൻ ചോദിക്കാനുണ്ട്, ഒരു പാപ്പം പോയി ഇത്രയും നാള്, ഇപ്പൊ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം അതിനെ കൊണ്ട് നടന്ന ചട്ടക്കാരൻ പോയി കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെയാ പുതിയ ആള് വരുമ്പോ അതെങ്ങനെയാ സഹകരിക്കാനായിട്ട് ഇപ്പൊ ഉപദ്രവിക്കേണ്ടി വരും? അത് അതിലിപ്പം പുള്ളിയുടെ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിപാലിച്ചോ നോക്കിയോ വെള്ളം കൊടുത്തോ തീറ്റി കൊടുത്ത് കാര്യം ചെയ്ത് എന്നുവെച്ചാൽ ഇങ്ങനെ തട്ടിക്കൂടി കയറാൻ പറ്റുന്ന ആനയാണെങ്കിൽ പുള്ളിക്ക് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 4 അടി കൊടുക്കേണ്ടി വരും. അത് ചിലത് അങ്ങനെ ആ ഒരു പരിഹാരം ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കൂറ് സ്നേഹം കാണിച്ച് പുള്ളിയുടെ ഇണങ്ങും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓടിക്കാനും ചാടിക്കാനും നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 4 അടി കൊടുക്കേണ്ട ഒരു ആവശ്യം. ചെറിയ അടിയില് അതിപ്പോ നമ്മള് ശാസിക്കുന്ന നമ്മളെ മക്കളായാലും നിങ്ങളെ മക്കളെ പോലെ ആയിട്ടാണല്ലോ. പിന്നെ ഈ മനുഷ്യനാണൊക്കെ അല്ലേ ഇവരും. കാര്യം മനുഷ്യന്മാര് നല്ലവരും ഉണ്ട്, ചീത്തയായവരുണ്ട്. അതേ കണക്ക് തന്നെ ഇവരെ കൂട്ടത്തില് നല്ലവരും ഉണ്ട്, പറഞ്ഞാൽ കേൾക്കാത്തവരും ഉണ്ട്. അപ്പൊ എത്ര നോക്കിയാലും ഇണങ്ങാത്തവരടുത്ത് അത്രയും മേല് നോക്കേണ്ടി വരും. അത് പലവരും വീഡിയോ എടുത്ത് ഇങ്ങനെ ഇടുന്നതാണ്. ഇതിപ്പം അത്രയും മേല് നോക്കുന്നത് വേറെ കൊണ്ടല്ല, അവരെ കൈവശത്ത് വരാൻ വേണ്ടി. അവരെ കൈവശത്ത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ പോലെ നോക്കി കൊണ്ടു നടക്കും. പക്ഷെ അത് വേറെ. അതിപ്പോ ചില പാപ്പാമാര് പറയാറുണ്ട്, ഉത്സവത്തിനൊക്കെ പോണ സമയത്ത് മാറി നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാ മാറി നിക്കില്ല. അതായത് ആനയല്ല, ആൾക്കാര്. അപ്പൊ എന്താ അവന് ഭയങ്കര ചാടയാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു നമ്മളിപ്പോ എന്താ പറയുന്നത്, ഇതില് നമ്മൾ ആനയും കൊണ്ട് ഒരാൾ അതിലെ വരുവാന്നിട്ട് നമ്മള് പറയും ചേട്ടാ കുഴപ്പമില്ല വാ. അപ്പൊ പുള്ളി ഭയങ്കര പേടിയാണ് ഇങ്ങനെ, ഭയങ്കര പേടിയാണിച്ചാ പോകുന്നത്. പക്ഷെ പൂരപ്പറമ്പ് നയിക്കുമ്പോ 2 എണ്ണം അടിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യം വന്ന് കൊമ്പെ പിടിച്ചിട്ടാ പോകുന്നത്. ഈ പുള്ളിക്ക് കൊടുക്കുന്ന അടിയാണ് നമ്മൾ കയറി ആനയെ ഒരു വിലക്കും നമുക്കിട്ട് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ആനക്കാർക്ക് അപകടം പറ്റിയത് മറ്റുള്ള ആൾക്കാരെ കാണണം. എല്ലാ ആനകൾക്കും ഇപ്പൊ ഒരുമാതിരിപ്പെട്ട ആനകൾക്ക് കൊമ്പില് പിടിക്കണത് ഇഷ്ടമല്ലല്ലോ. ഇവന്റെ ഒക്കെ എങ്ങനെയാ? ഞാൻ ആദ്യം പിടിച്ചത് ഇല്ല, നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിച്ച ഇതൊന്നല്ല. ഏതാനയ്ക്കും ഇപ്പൊ നമ്മള് പറയാം ആറയില പിടിച്ചോ എന്ന് പറയുമ്പോ ആനയ്ക്ക് അറിയാം നമ്മൾ പറയണ്ടേ. അത് ആന ഇതിൽ കാണിച്ചാൽ ആനയ്ക്ക് തല്ല് മേടിക്കുമെന്ന് അറിയാം.
അത് പേടിച്ച് ആന സമ്മതിച്ചു തരും. അല്ലാതെ കയറി പിടിക്കുമ്പോ അപ്പൊ പിന്നെ അതിന്റെ കുറ്റം ആർക്ക് കിട്ടും? പാപ്പാന് കിട്ടും. അതിപ്പോ കുറ്റം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ജീവങ്ങൾ ഈ ആനക്കാർ കളയാൻ. അതുണ്ട് ഒത്തിരി പേര്, എത്രയോ അനുഭവങ്ങളെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയം ചേട്ടൻ നമ്മുടെ ഇപ്പൊ തന്നെ വള്ളംകളാന ചെയ്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞു നമ്മള് ഒരുമിച്ച് കണ്ടതായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നു, പുള്ളിഞ്ഞോട് തന്നെ കൈ കാണിച്ചിട്ട് പോയത്. ആ പക്ഷേ സ്ഥലമില്ലാതെ അടുത്തൂടെ പോയപ്പോഴത്തേക്ക് കാറി ഇരുന്ന ഒരുത്തൻ കയറി ആനയുടെ കൊമ്പ കയറി പിടിച്ചതാ. ആ കാറിനിട്ട് കുത്താൻ നോക്കിയപ്പോഴാണ് ഇയാൾ കയറി ആന വിലക്കുക. സമയത്ത് അപ്പോഴത്തേക്ക് ആ ദേഷ്യം ഇയാളുടെ തീർത്ത്. അതാണ് ആ സംഭവം. നഷ്ടപ്പെട്ടത് ആർക്കാണ്? ആ കാറുകാരന് വല്ലതും ഉണ്ടായി, അവൻ രക്ഷപ്പെട്ടു. പക്ഷെ ആ കുടുംബത്തില്ലാതായില്ലേ പുള്ളി. അത് പറയില്ല, ആനച്ചോറ് കൊലച്ചോറല്ല, ആനച്ചോറ് കുലച്ചോറെന്നാ പറയാം. പക്ഷെ പറഞ്ഞു വരുന്നത് അത് ആനകള് ഏത് പണിക്കാതെ മരണമില്ലാത്ത എല്ലാ പണികളും. അപ്പം ആനച്ചോറ് ഈ ആനകളെ വിഷയം കാണിച്ച് ആനച്ചോറ് കുലച്ചോറ് പറഞ്ഞ് അത് കൊലച്ചോറാക്കി. ഉദയചേട്ടന്റെ വീട്ടിലായാലും എന്റെ വീട്ടിലായാലും ഇപ്പൊ ഈ ആനപ്പണി ചെയ്യുന്ന എല്ലാവരും വീട്ടിലും ഈ പറയുന്ന ഒരു കൊലച്ചോറ് എന്ന് പറയുന്ന ഇതിന്റെ ചോറാണ് ആ വീട്ടുകാരെല്ലാം ഉള്ളത്, നമ്മൾ ഉൾപ്പെടെ. എന്റെ കൂടെ നിൽക്കുന്നവരും അവരെ വീട്ടുകാരും അവൻ പൈസ അയച്ചു കൊടുക്കാൻ വീട്ടിൽ. ഇത് ജോലി ചെയ്തിട്ടില്ല അതിന്റെ പൈസ, എഴുന്നള്ളിച്ചായാലും തടി പിടിച്ചായാലും അതിന്റെ പൈസ. അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും കൊലച്ചോറ് എന്ന് പറയാൻ പറ്റും, കുലച്ചോറാണ്. അപ്പൊ വീട്ടിലുള്ളവർക്ക് അപ്പൊ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. മക്കൾക്കൊക്കെ എങ്ങനെയാ, ഇഷ്ടമാണോ? അല്ല, അവർക്ക് ഭയങ്കര കാര്യം. വന്നാൽ കേറൊക്കെ ചെയ്യോ? ഇതിലല്ല ഓണ മണിയുണ്ടല്ലേ, നെടുവങ്ക മണിയുണ്ട്, അവന്റെ കൂടെ ഞാൻ അവരെ എന്റെ സംബന്ധ വീട്ടിൽ കൊണ്ടു നിർത്തി പിള്ളേരെ രണ്ടുപേരും മേലിൽ കയറ്റി അവിടുത്തെ കോളനി മൊത്തം കറക്കി എടുത്ത്. അതിന്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. അവിടെ ഓ എന്റെ പൊന്നാണ്. എന്റെ പൊന്നാടി. ഇഞ്ഞ ഒരു ഉമ്മ, ഇവിടെ വാടാ ഉമ്മാടാ, ഇവിടെ വാടാ. അച്ചടാ എന്താണ്? അച്ഛന്റെ മോനാണോ? പിന്നല്ലാതല്ലേ, അച്ഛന്റെ മോനാണോ? അച്ഛന്റെ മോനെ ഭൈരവൻ, അച്ഛന്റെ ഭൈരവൻ മോൻ. തിന്നാൻ മേടിച്ച് മാത്രം എടുക്കാൻ. അല്ല, മധുര പലഹാരങ്ങളൊക്കെ എങ്ങനെയാ? പക്ഷെ അധികം കൊടുക്കാൻ പാടില്ലല്ലോ. അധികം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇതേ പുള്ളിക്ക് കൈതച്ചക്ക ഭയങ്കര കാര്യം. കൈതച്ചക്ക അതൊക്കെ ശരീരത്തിന് നല്ലതുമല്ല. ബിസ്ക്കറ്റ് അതിലോട്ട് കൂടുതൽ കാര്യം. ഇവൻ ഈ പൊക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളെ കൊമ്പൻ പിടിച്ച പൂക്കാനാണ്. അത് സ്നേഹത്തോടെ ചെയ്യുന്നതാണോ? നേരത്തെ കണ്ടില്ല ഒരു വീഡിയോ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പോക്കണത് അല്ലേ? പിടിച്ചാ അവൻ തൂക്കി എടുക്കുക. അതിനാ മോലാളി പിടിച്ചാൽ ആര് വന്ന് പിടിച്ചാലും ഇങ്ങനെ തൂക്കി എടുത്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ വൈഡപ്പ് ചെയ്യാം. ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങൾ പറഞ്ഞത് നമ്മുടെ മുത്തുചേട്ടനാണ്. അപ്പൊ ഒത്തിരി സന്തോഷം മുത്തുചേട്ടാ, കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ശിവശങ്കറിന്റെ വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചതിന്. അപ്പൊ നമുക്കിനി കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വരാം. അതുവരേക്കും ബൈ ബൈ. ഒരു ഹായ്.